ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് നമ്മൾ. എന്നാൽ എല്ലാവർക്കും അത് സാധ്യമാണോ? അതെ. നെപ്പോളി ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിനെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എഡ്വിൻ സി ബാൻസിൻ്റെ ആഗ്രഹം മഹാനായ ശാസ്ത്രജ്ഞൻ എഡിസന്റെ ബിസിനസ് പാർട്ട്ണർ ആകുക എന്നതായിരുന്നു. അത് വെറുമൊരാഗ്രഹമായിരുന്നില്ല, അത് തീക്ഷ്ണവും ദൃഢവുമായ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു. ആ പ്രവൃത്തിയുടെ ഫലമായി എഡിസനുമായി ബിസിനസ് ബന്ധം തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കുകയും ചെയ്തു. അത് മറ്റുള്ളവരിൽ അസൂയയുണ്ടാക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം ജീവിതത്തെ കീഴടക്കി. ഒരു നിശ്ചിത ലക്ഷ്യം തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ ഊർജവും എല്ലാ ബുദ്ധിയും എല്ലാ പ്രയത്നവും അതിനുവേണ്ടി പ്രയോഗിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ 5 വർഷം വേണ്ടിവന്നു. ആ വർഷങ്ങളിലെല്ലാം അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. തൻ്റെ ലക്ഷ്യം കൈവരിക്കാനായി അദ്ദേഹം ഒരു പദ്ധതി ഉണ്ടാക്കി. തൻ്റെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുക എന്നതായിരുന്നു ആ പദ്ധതി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറി. വിജയം നേടിയിട്ടുള്ള പലരും തോൽവിയുടെ പടുകുഴിയിൽ നിന്നും ഉയർന്നു വരാനുള്ള കാരണം ഇതുപോലെ ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിച്ചതും കൊണ്ടാണ്. നമ്മൾക്ക് ജീവിത വിജയത്തിന് ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറ്റാൻ നിശ്ചിത പദ്ധതി തയ്യാറാക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആഗ്രഹം എഴുതി വയ്ക്കുക. എഴുതി വെച്ചത് ദിവസത്തിൽ 2 തവണ വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വന്തമാകുമെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇത് സഹായിക്കും. പണക്കാരായ എല്ലാവരും സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ജീവിത വിജയം നേടാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും ഒരു സ്വപ്നജീവിയായിരുന്നു. വിജയിക്കാൻ കൈവശം വേണ്ടത് ലക്ഷ്യമാണ്. പിന്നീട് അത് സ്വന്തമാക്കാനുള്ള ജ്വലിക്കുന്ന ആഗ്രഹം വേണം. എന്തും പുതിയതായി ആഗ്രഹിക്കാനും ചെയ്യാനും പേടിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. കൊളംബസ് ഒരു അജ്ഞാത ലോകത്തെ സ്വപ്നം കണ്ടു. അതിനുവേണ്ടി തൻ്റെ ജീവിതം പണയപ്പെടുത്തി. അത്തരമൊരു ലോകത്തെ അദ്ദേഹം കണ്ടെത്തി. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മുന്നോട്ട് പോയി അത് ചെയ്യുക. ഒരിക്കലും മടി കാണിക്കരുത്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു വിളക്ക് തോമസ് എഡിസൺ സ്വപ്നം കണ്ടു. അതിനൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. 1000 പരാജയങ്ങൾ ഉണ്ടായി. എന്നിട്ടും അദ്ദേഹം ആ സ്വപ്നത്തിനൊപ്പം നിന്നു, അത് നേടിയെടുക്കുന്നതുവരെ. ഹെലൻ കെല്ലർ ജനിച്ച് അധികം താമസിക്കാതെ ബധിരയും മൂകയുമായി. ഏറ്റവും വലിയ ദുരനുഭവം ഉണ്ടായിട്ടും അവർ ചരിത്രത്തിൻ്റെ താളുകളിൽ മായാതെ തൻ്റെ പേര് എഴുതി ചേർത്തു. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെടേണ്ട. വിജയം നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസം, ധൈര്യം ഇത് നമുക്ക് ഉണ്ടെങ്കിൽ, പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക്